എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങളിവിടെ പൂരാണ് കേട്ടോ. ഞങ്ങളുടെ തട്ടകത്തിൽ വെച്ചാൽ ഞങ്ങൾ അടുത്ത് നടന്നു കൊണ്ട് തോരിയുള്ളൂ കേട്ടോ. അവിടെ നിന്ന് പൂരാണ്. ഒരു വിഷ്ണുവിൻ്റെയും അയ്യപ്പൻ്റെയും കൂടെ അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ രാവിലെ അവിടെ പോയി തൊഴുതു കേട്ടോ. ഇപ്പം ഇന്നലെ ഇവിടെ തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വേലകളൊക്കെ വരിക. ആനകൾ ഇപ്രാവശ്യം കുറവാണ്, എന്നാലും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചോറായി, ഇനിയിപ്പോൾ കറി വെക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു സദ്യ ഉണ്ടാക്കണം കേട്ടോ. ഒരു അവിയൽ ഉണ്ടാക്കണം, പച്ചടി, പായസമൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സദ്യകൾ ഉണ്ടാക്കാണ്. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസും കഴിഞ്ഞു കേട്ടോ. നമ്മുടെ തലയുടെ ഭാഗ്യം എന്ന് പറഞ്ഞ മാതിരി ഗ്യാസും കഴിഞ്ഞു. അപ്പോൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ മുറ്റൊക്കെ ഒന്ന് തേച്ചിട്ട് പൂരല്ലേ, അപ്പോൾ നമ്മൾ മുറ്റൊക്കെ ഒന്ന് ചാണകം കൊണ്ട് തേച്ചു. ഇവിടെ കേട്ട തേച്ചിട്ടുള്ളത് ഉമ്മറഭാഗം ഇങ്ങനെ ഉള്ള നേരം കൊണ്ട് വേഗം തേച്ചതാണ്. ഇവിടെ എത്ര സൈഡ് അങ്ങോട്ടൊന്നും തേച്ചിട്ടില്ല. എന്നാലും പൂരൊക്കെ ആകുമ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, എല്ലാ വീട്ടിലും ഇങ്ങനെ തേക്കും. അപ്പോൾ ഇത്ര ഭാഗം തേച്ചു. എന്താ നമ്മളവിടെയൊക്കെ നമ്മുടെ കോഴികൾ കാണിച്ചു കണ്ടോ, എത്ര അടിച്ചു കേട്ടത് അറിയാം. ചെനക്കി പെറുക്കിയിട്ടാണ്. ഇന്ന് 2 മക്കളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കോഴി വേറെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഭാഗം തേച്ചത്. അപ്പം ഇനി ചോറായിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഇതാ നമ്മുടെ അടുപ്പത്താണ് തേച്ചത്. പരിപ്പടുപ്പത്താണ്. ചോറ് വാർപ്പിച്ചിട്ടുണ്ട്. ഇനി കറിക്ക് കഷ്ണങ്ങളൊക്കെ അരിയാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഉച്ചയ്ക്ക് മോള് ഇതുപോലെ കോളേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ടാണ് പിന്നെ പൂരത്തിന് പോവുക. അപ്പോഴേക്കും ചിലപ്പോൾ തറവാട്ടിൽ നിന്ന് അതിലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി ഇതൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. തറവാട്ടിൽ നിന്ന് കൊണ്ടെന്താണ് കാണിച്ചു തരാം. എന്താ അവിടുത്തെ നിന്ന് വല്ലാണ്ട് മൂത്തിട്ടില്ല. എന്നാലും നമുക്ക് പൂരത്തിന് അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള മാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ രാജേട്ടന് ലീവാണ്, രാജേട്ടനും കൂടും കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. ഇതുണ്ട് അവിയലിന് ഒക്കെ അരപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ടില്ല. തേങ്ങയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങയും പച്ചമുളകൊക്കെ. പിന്നെ തറവാട്ടിൽ നിന്ന് ഇളയച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തൊഴാൻ വന്നിട്ട് കുട്ടികൾ വന്നിട്ടില്ല. മോൾക്ക് എക്സാം ആയിട്ടേ, നാളെയാണ് എക്സാം. അപ്പം ഇനി പൂരത്തിനൊക്കെ വന്ന സമയം ഉണ്ടാവില്ല വെച്ചിട്ടേ. അപ്പോൾ അവിടെ വന്നിട്ട് പണിയിലാണ് കേട്ടോ. ഇതാട്ടോ പച്ചടിക്ക് വേണ്ടിയിട്ട് കഷ്ണം തുറക്കുകയാണ് വന്നിട്ടേ. ഇവിടെ വന്നാലും പണി കേട്ടോ എപ്പോഴും. നമ്മളിതാ ബീറ്റ്റൂട്ട് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടേ. ഇനിയിപ്പോൾ പച്ചടിക്കുള്ളത് ആ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. വൈകിട്ട് വരുമോ? വൈകിട്ട് വരില്ല, ഉച്ചയൊക്കെ വരില്ല. എല്ലാവരും വരില്ല, പെട്ടെന്ന് വേറെ എല്ലാവരും വരും. അപ്പോൾ ഇനി പരീക്ഷയാണ് നാളെ. +1 എക്സാം അല്ലേ, അതുകൊണ്ടാണ് അവർ വരാത്തട്ടോ. അല്ലെങ്കിൽ വരലുണ്ട്. രാവിലെ വന്നാൽ രാത്രി 10 മണിയൊക്കെ ആയിട്ട് പോവലുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങളുടെ പിന്നെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തല്ലേ, ആരുമില്ല. ഇനിയിപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പാടെ രാവിലെ നേരത്തെ പോരില്ല. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വൈകിട്ടത്തേക്ക് ചിലപ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ അനിയന്മാരൊക്കെ വരും കേട്ടോ. അനിയന്മാരും അവരുടെ കൂട്ടുകാരന്മാരും ഒക്കെ ഉണ്ടാവും. മോനും ഒക്കെ വരും, ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. തിരക്കാവും. ഇനിയിപ്പോൾ ഈ പച്ചടിയും കൂടെ ആവണം. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇതായിട്ട് കാണിക്കാം. ചോറുണെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോറുണ്ടു. രാജേട്ടൻ ഇപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ എന്തൊക്കെ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതാ അനിയൻ്റെ കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ കുട്ടിയുണ്ട്. ഇളയച്ചി പോയി, അപ്പോഴേ പോയി, രാവിലെ തന്നെ പോയിട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അച്ചാർ, നമ്മൾ ആ മാവ് കൊണ്ട് അച്ചാറുണ്ടാക്കി. ഇത് ബീറ്റ്റൂട്ട് വെച്ചിട്ട് പച്ചടിയായിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ സാമ്പാർ, അവിയൽ, പപ്പടം ഞാൻ കവറിലാക്കി വെച്ചിട്ടുണ്ട് തണുക്കണ്ട വെച്ചിട്ട്. രാജേട്ടൻ ചോറുണ്ടാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഇളയച്ചി ഇവരൊക്കെ വരും കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ഞങ്ങളേ പൂരത്തിന് വേണ്ടി പുറപ്പെട്ടു കേട്ടോ. ഇതെന്താ അപ്പം ഞങ്ങളൊക്കെ പോട്ടെ. അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് റോഡിൽ നിന്ന്. ഇനി അവിടെ പോയിട്ട് കാണാം കേട്ടോ. രാജേട്ടനൊക്കെ ഉണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്.